നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ESP എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. സംഭവിക്കാൻ പോകുന്നത് മുൻകൂട്ടി കാണാനുള്ള കഴിവുള്ളവരെ കുറിച്ച് ലോകത്തിന്റെ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സാർ. വിശാൽ ഇവിടെ വന്നിട്ടുണ്ട്. പൂക്കളിൽ വിഷം ചേർത്തത് അയാളാണെന്നാ പറയുന്നത്. അത് പാർവതിയെ രക്ഷിക്കാൻ വേണ്ടി കള്ളം പറയുന്നതാവാം. പക്ഷേ കുറ്റം ചെയ്തത് താനാണെന്നാണ് അവളുടെ നിലപാട്. വിശാൽ പാർവതിയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോ പാർവതി വിശാലിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഒന്നും ചേരുംപടി ചേരുന്നില്ലല്ലോ അരവിന്ദ. എന്നാൽ നീല നിറത്തിലുള്ള ഒരു ലിക്വിഡാണ് പൂക്കളിൽ സ്പ്രേ ചെയ്തതെന്നാണ് രണ്ടുപേരും പറയുന്നത്. പക്ഷേ ലാബ് റിപ്പോർട്ട് അരവിന്ദൻ കണ്ടതല്ലേ? അതെ സർ. വെള്ള നിറത്തിലുള്ള പൗഡർ രൂപത്തിലുള്ള കെമിക്കലാണ് ആ പൂക്കളിൽ സ്പ്രേ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ പൗഡർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്തതാവാം. സാറാകെ കൺഫ്യൂഷനിലാണെന്ന് തോന്നുന്നു. എക്സാക്ട്ലി. ബട്ട് വിശാലിനെ രക്ഷിക്കാനുള്ള ഉദ്ദേശത്തിലാണ് അവൾ കുറ്റമേൽക്കുന്നതെങ്കിൽ സത്യമല്ലേ പറയൂ? വൈറ്റ് പൗഡറാണ് ഉപയോഗിച്ചതെന്ന് തന്നെ പറയും. നിറം മാറ്റി പറയേണ്ട കാര്യം എന്താ? ദാറ്റ് മീൻസ് അവൾ അങ്ങനെ ഒരു സ്പ്രേ കണ്ടിട്ടേയില്ല. ആബ്സല്യൂട്ട്ലി റൈറ്റ് സാർ. ഞാൻ പറഞ്ഞില്ലേ, ഷീ ഈസ് ഇന്നസെന്റ്. പാർവതി ഒരു തെറ്റും ചെയ്തിട്ടില്ല. സാറിന് ആരൊക്കെയോ ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ചതാവാനാണ് സാധ്യത. ഇനി പാർവതിയാണ് വിശാലിനെ കൊല്ലാൻ ശ്രമിച്ചതെങ്കിൽ വിശാൽ എന്തിന് പാർവതി രക്ഷിക്കാൻ വരണം? ഈ അറസ്റ്റിന് മുൻപ് വിശാലിന്റെ മൊഴി കൂടി സാർ എടുക്കണമായിരുന്നു. There you are. That's my mistake. നമ്മുടെ നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ ഹാജരാക്കുമ്പോൾ കാണിക്കുന്ന അതേ ജാഗ്രത നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കാനും കാണിക്കണമെന്ന്. അതെ സാർ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. യെസ്, ഇവിടെ എനിക്കാണ് തെറ്റ് സംഭവിച്ചിരിക്കുന്നത്. അത് സമ്മതിക്കാൻ എനിക്കൊരു മടിയുമില്ല. ഞാൻ കാരണം കേരള പോലീസിന് ഒരു ചീത്ത പേരുണ്ടാവാൻ പാടില്ല. ഇതിന്റെ സത്യം പുറത്തു കൊണ്ടുവരണം. അതിന് ഈ കേസിന്റെ അന്വേഷണ ചുമതല ഞാൻ മിസ്റ്റർ അരവിന്ദനെ ഏൽപ്പിക്കുന്നു. അൺഒഫീഷ്യലായി നിങ്ങൾ നടത്തിയ അന്വേഷണം ഇന്നു മുതൽ ഒഫീഷ്യലായി തന്നെ നടക്കട്ടെ. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. പിന്നെ ഈ കേസിൽ നിന്നും ഞാൻ അരവിന്ദനെ ഒഴിവാക്കിയെന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അത് തന്റെ അന്വേഷണത്തിന് ഗുണകരമാവാനാണ് സാധ്യത. ഓൾ ദി ബെസ്റ്റ് സർ. ഹലോ സർ. ശരി സർ. മിസ്റ്റർ വിശാൽ, പാർവതിയെ വിളിച്ച് സാറിന്റെ ക്യാബിനിലേക്ക് ചെന്നോളൂ. സെൽ ഓപ്പൺ ചെയ്യൂ. വരൂ. സർ. മിസ്റ്റർ വിശാൽ, അറിവും ബോധവുമുള്ള ഒരാളിന്റെ മുമ്പാകെ സ്വമേധയാ നടത്തുന്ന കുറ്റസമ്മതമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം. പക്ഷേ ഇവിടെ നിങ്ങൾ രണ്ടുപേരും നടത്തിയ കുറ്റസമ്മതം ഞാൻ വിശ്വസിക്കുന്നില്ല. അന്വേഷണം തുടരും. തൽക്കാലം നിങ്ങൾ പോയിക്കോളൂ. ഞാൻ ആവശ്യപ്പെടുമ്പോ വന്നാ മതി. അച്ഛൻ എന്തോ പറയുന്നുണ്ട്. ഇതെന്തോ ഇത്? ഇങ്ങനെ കഥകൾ കളിക്കുന്നു. എന്താ അച്ഛാ?
അച്ഛൻ ആരെയായി തിരയുന്നേ? ചേച്ചിയായിരിക്കും. എന്താ വേണ്ടെന്ന് ചോദിക്കുക ചേച്ചി. ഗോപിട്ട, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഗോപിന് എന്താ വേണ്ടേ? അമ്മയല്ല, ചിലപ്പോ അച്ഛമ്മയായിരിക്കും. മോനെ ഗോപി, മോൻ വിഷമിക്കൊന്നും വേണ്ട. മോന് വേഗം ഭേദമാകും. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛമ്മയല്ലല്ലോ, പിന്നെ ആരെയായിരിക്കും? പാർവതി. അച്ഛാ, എന്താ ഉണ്ടായത്? അയ്യോ, ഞാൻ ക്ഷേത്രത്തിൽ നിന്ന് വരുമ്പോ ഗായത്രിയുടെ ഫോട്ടോ വെക്കുന്നിടത്ത് ബോധമില്ലാതെ കിടക്കുന്നതാ കണ്ടതാ. ഫോട്ടോ ദേഹത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു. അച്ഛാ, മോനെ, ഡോക്ടർ വന്നൊരു ഇഞ്ചക്ഷൻ നൽകിയിട്ട് പോയി. മെഡിസിൻസും കുറിച്ച് തന്നിട്ടുണ്ട്. വിപിൻ അത് മേടിക്കാൻ പോയിരിക്കുക. സ്ട്രോക്ക് ആണെന്നാ മോനെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. സ്കാൻ ചെയ്യണമെന്നും പറഞ്ഞു. എന്നിട്ട് നോക്കി നിൽക്കാണോ? അച്ഛനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. പിടിക്ക്. അതിന്റെ ആവശ്യമൊന്നുമില്ല. വിഷ്ണുമായ ഹോസ്പിറ്റലിലെ ഡോക്ടർ രാംപ്രസാദാ അളിയനെ നോക്കിയത്. ബെസ്റ്റ് ഡോക്ടറോടാ. പാർവതിയെ കണ്ടപ്പോഴേ അച്ഛന്റെ മുഖം ഒന്ന് തെളിഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.